ഹായ്, ഇന്ന് എക്കണോമിക് സർവേയുടെ തേർഡ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ 60 ഡേയ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എക്കണോമിക് സർവേയുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും നമ്മൾ എക്കണോമിക് സർവേയുടെ ഗ്രോത്ത് പെർസ്പെക്റ്റീവാണ് നോക്കിയത് അല്ലേ. അതായത് എക്കണോമിയിൽ ഈ പറയുന്ന പോലെ ഡൊമസ്റ്റിക് സിനാരിയോ, അതുപോലെ തന്നെ ഗ്ലോബൽ സിനാരിയോ, അതുപോലെ തന്നെ ഓരോ സെക്ടേഴ്സിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കി. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സർവീസ് സെക്ടർ, അതുപോലെ തന്നെ ഇന്ത്യയും എക്സ്റ്റേണൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് BOP ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ദെൻ രാജ്യത്തെ ഇൻഫ്ലേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഗ്രോത്ത് പെർസ്പെക്റ്റീവ് കഴിഞ്ഞ 2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ നോക്കി. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എക്കണോമിക് സർവേയുടെ ഡെവലപ്മെന്റൽ പെർസ്പെക്റ്റീവാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് വികസനത്തിന്റെ കാര്യത്തിൽ എക്കണോമിക് സർവേ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സീരീസിലെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, പ്രിലിംസ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ ഒരു എക്കണോമിക് സർവേയുടെയും ബഡ്ജറ്റിൻ്റെയും ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യമൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്നത് സോഷ്യൽ സെക്ടറാണ്. അപ്പോൾ എന്താണ് ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. ഗ്രോത്ത് വേഴ്സസ് ഡെവലപ്മെൻറ്റ് വരുമ്പോൾ ഡെവലപ്മെൻറ്റ് ഒരു ക്വാളിറ്റേറ്റീവ് ആണ്, ഒരു ക്വാളിറ്റേറ്റീവ് പ്രോഗ്രസ് ആണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ആരോഗ്യം വരും, വിദ്യാഭ്യാസം വരും, ജനങ്ങളുടെ ജീവിത നിലവാരം വരും, അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആ ഒരു ഫ്രണ്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഡെവലപ്മെൻറ്റൽ പെർസ്പെക്റ്റീവിൽ വരും. അതിൽ ആദ്യമായിട്ട് എക്കണോമിക് സർവേ പരാമർശിക്കുന്നത് സോഷ്യൽ സെക്ടറിനെ പറ്റിയാണ്, സാമൂഹ്യ മേഖലയെ പറ്റിയാണ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് സസ്റ്റൈനബിൾ ആൻഡ് ഇൻക്ലൂസീവ് എക്കണോമിക് ഗ്രോത്തിലൂടെയാണ് ആരംഭിക്കുക എന്ന് പറയുന്നുണ്ട്. എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറയുന്നത്? കുറേ കാലങ്ങളായിട്ട് ഗവൺമെൻറ് പറയുന്നുണ്ട് ഇൻക്ലൂസിവിറ്റി. അതായത് ഒരു ഗ്രോത്ത് നടക്കുമ്പോൾ, ഒരു രാജ്യത്ത് ഗ്രോത്ത് സംഭവിക്കുമ്പോൾ അത് എല്ലാ വിഭാഗത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഗ്രോത്ത് ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ തന്നെ ഗുണം ചെയ്യുന്ന ഗ്രോത്ത് ആയിരിക്കണം. ഇൻക്ലൂസീവ് ഗ്രോത്ത് സമഗ്രമായിട്ട് എല്ലാ മേഖലയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഗ്രോത്ത് ആയിരിക്കണം. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിരിക്കണം, എല്ലാ കാലത്തേക്കും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്രോത്ത് ആയിരിക്കണം എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മളിതിലൂടെ എന്ത് ലക്ഷ്യമാണ് കൈവരിക്കാൻ ഉദ്ദേശിക്കുന്നത്? വികസിത് ഭാരത് ബൈ 2047, 2047 കൂടി ഒരു ഡെവലപ്ഡ് ഇന്ത്യ, ഒരു വികസിത ഭാരത് എന്ന് പറയുന്ന ലക്ഷ്യമാണ് ഇതിലൂടെ നമ്മൾ കൈവരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഫോർ ഗ്രോത്ത് ടു ട്രാൻസിഷൻ ഇൻ ടു മീനിങ് ഡെവലപ്മെന്റ് ഫോക്കസ് ഇസ് റിക്വയർഡ് ഓൺ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ ഗ്രോത്തിനെ ഡെവലപ്മെന്റ് ആയിട്ട് മാറ്റണമെങ്കിൽ, ഇന്ത്യയിൽ നിലവിൽ ഗ്രോത്ത് ഉണ്ട് അല്ലേ, നമ്മൾ പറയുന്നുണ്ട് രാജ്യം കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യുന്നുണ്ട് എക്കണോമി. പക്ഷേ ഈ ഗ്രോത്തിനെ ഒരു ഡെവലപ്മെന്റ് ആയിട്ട് മാറ്റണമെങ്കിൽ, ഈ ഗ്രോത്തിന്റെ ഗുണം എല്ലാവരിലും എത്തിക്കണമെന്നുണ്ടെങ്കിൽ, സമഗ്ര മേഖലകളിലും ഈ ഗ്രോത്ത് എത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഇൻക്ലൂസീവായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസ് എഡ്യൂക്കേഷനിൽ കൊടുക്കണം, വിദ്യാഭ്യാസത്തിൽ കൊടുക്കണം, ഹെൽത്തിൽ കൊടുക്കണം, ആരോഗ്യ മേഖലയുടെ പുരോഗതി, സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷ, പെൻഷൻ, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ, എൻഹാൻസിങ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ സ്കില്ലിംഗ്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഗവൺമെൻറ് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഗ്രോത്ത് നമ്മുടെ രാജ്യം കൈവരിക്കുന്നുണ്ട്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് രാജ്യം ഗ്രോ ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഗ്രോത്തിൻ്റെ ബെനിഫിറ്റ് എല്ലാവരിലും എത്തണം. ഗ്രോത്ത് ഒരു ഇൻക്ലൂസീവായിട്ട് മാറ്റണം. അല്ലെങ്കിൽ ഗ്രോത്തിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, ഡെവലപ്മെൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷനിൽ പ്രാധാന്യം കൊടുക്കുക, ഹെൽത്തിൽ പ്രാധാന്യം കൊടുക്കുക, സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ പ്രാധാന്യം കൊടുക്കുക. എങ്ങനെ? സ്കില്ലിങ്ങിലൂടെ, മെച്ചപ്പെട്ട സ്കില്ല്, നൈപുണ്യ വികസനം, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി അടുത്ത് പറയുന്നത് സോഷ്യൽ സർവീസ്, സാമൂഹ്യ സേവനത്തിന് വേണ്ടി, ഈ പറയുന്ന സോഷ്യൽ സർവീസിന് വേണ്ടി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന അവരുടെ ചെലവ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് അറ്റ് എ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 15%, 15% 2021 മുതൽ 2025 വരെ സാമ്പത്തിക വർഷത്തിലെ കണക്കെടുത്താൽ 15% ആണ് ഗ്രോത്ത്, ഒരു കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ചേർത്തിട്ടുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ സർവീസ്, സോഷ്യൽ സർവീസ് എന്ന് പറയുമ്പോൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അത്തരത്തിലുള്ള സാമൂഹ്യ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്ന പൈസ ഈ ലാസ്റ്റ് 4 ഇയേഴ്സിൻ്റെ കണക്കെടുക്കുമ്പോൾ 15% ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ ഗിനി കോഎഫിഷ്യൻറ്റിനെ പറ്റി പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് ഗിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ലോറൻസ് കർവിനെ പറ്റിയെല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ഒരു രാജ്യത്തെ ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന
ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് ഗിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ടു മെഷർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ടു മെഷർ എക്കണോമിക് ഇൻഇക്വാലിറ്റി ഇൻ എ കൺട്രി, അല്ലെങ്കിൽ എക്കണോമിക് ഇൻഇക്വാലിറ്റി ഓഫ് എ പോപ്പുലേഷൻ, ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ്റെ ഒരു സ്റ്റേറ്റിലെ അല്ലെങ്കിൽ ഒരു എക്കണോമിയിലെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലെ ജനസംഖ്യയുടെ ഒരു എക്കണോമിക് ഇൻഇക്വാലിറ്റി, സാമ്പത്തിക അസമത്വം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചികയാണ് ഗിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിനി കോഎഫിഷ്യൻ്റ് 0ക്കും 1നും ഇടയിലുള്ള ഒരു സംഖ്യയായിരിക്കും. അപ്പോൾ ഈ ഒരു ഗിനി കോഎഫിഷ്യൻ്റ് 0ക്കും 1നും ഇടയിലായിരിക്കും. ഇവിടെ ഗിനി കോഎഫിഷ്യൻ്റ് 0 ആണ്. ഒരു രാജ്യത്തിൻ്റെ ഗിനി കോഎഫിഷ്യൻ്റ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പെർഫെക്റ്റ്ലി ഇക്വാലിറ്റി, അതായത് പെർഫെക്റ്റ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് ഈ പറയുന്ന പോലെ ഇൻഇക്വാലിറ്റി ഇല്ലാത്തൊരവസ്ഥ, കംപ്ലീറ്റ് ആയിട്ടൊരു ഇക്വാലിറ്റി, ഒരു പെർഫെക്റ്റ് ആയിട്ടൊരു ഇക്വാലിറ്റി ഉള്ള സിറ്റുവേഷനാണ്. എല്ലാവർക്കും സമത്വം, അതായത് ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ്, ഒരു രാജ്യത്തിനുണ്ടാകുന്ന വരുമാനം തുല്യമായി എല്ലാവർക്കും ഇടയിൽ തുല്യമായി വിഹിതം വയ്ക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ തുല്യമായിട്ട് വിഹിതം വെച്ചു കൊടുക്കുന്നു. വരുമാനവും അതുപോലെ തന്നെ സ്വത്തും, ഇൻകവും വെൽത്തും എല്ലാം ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നാണ് ഗിനി കോഎഫിഷ്യൻ്റ് 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം. 1 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പെർഫെക്റ്റ് ഇൻഇക്വാലിറ്റി, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന വരുമാനം, ഒരു രാജ്യത്തിൻ്റെ സ്വത്ത് ജനങ്ങൾക്കിടയിൽ യാതൊരു ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും നടക്കുന്നില്ല എന്നാണ് 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 0യും 1 എന്ന് പറയുന്ന രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്താണ് പലപ്പോഴും പല രാജ്യങ്ങളുടെയും ഈ ഒരു അവരുടെ സ്കോർ വരിക. അപ്പം നമ്മുടെ ഇന്ത്യയുടെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇന്ത്യയുടെ ഗിനി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് റൂറൽ ഏരിയാസിൽ 0.237 നിന്ന് 0.266 നിന്ന് 0.237 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? കുറച്ചും കൂടി നമ്മൾ ഇക്വാലിറ്റിയിലോട്ട് മൂവ് ആകുന്നു, അല്ലെങ്കിൽ 0യിലോട്ട് മൂവ് ആകുന്നു അല്ലേ? അതായത് 0.266 നിന്ന് 0.237 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം 0യിലോട്ട് പോകുന്നു, ഒരു ഇക്വാലിറ്റിയിലോട്ട് പോകുന്നു. അതായത് 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം എന്നാണ് അർത്ഥം അല്ലേ? അതുപോലെ തന്നെ അർബൻ ഏരിയാസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലോ അത് 314 നിന്ന് 284 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ അർത്ഥം നമ്മുടെ അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും, ബോത്ത് അർബൻ ഏരിയാസ് ആൻഡ് റൂറൽ ഏരിയാസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗിനി കോഎഫിഷ്യൻ്റ് റിഡക്ഷൻ കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഡിക്ലൈനിങ് ഒരു ട്രെൻഡാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് മൂവിങ് ടുവേർഡ്സ് ഒരു ഇക്വാലിറ്റിയിലോട്ട്, ഒരു ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് ഇൻകം എന്ന് പറയുന്ന അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പോവുകയാണെന്നുള്ളതാണ് ഈ ഒരു ഗിനി കോഎഫിഷ്യൻ്റ് നമുക്ക് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ നമ്മൾ പറഞ്ഞു. എന്താണ് ഈ പറയുന്ന പോലെ വികസനം കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ സെക്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ 29 നിന്ന് 48% ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു നമുക്ക് കാണാൻ പറ്റും. ഗവൺമെൻറ് ഹെൽത്ത് എക്സ്പെൻഡിച്ചർ 29% നിന്ന് 48% ഉയരുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഷെയർ ഓഫ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇൻ ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഡിക്ലൈൻ ഫ്രം 62.6 to 39.4%. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുക? അതായത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട് കാശ് ചെലവാക്കിയുള്ള ചെലവുകളാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അവരുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ തന്നെയാണ്. പറഞ്ഞാൽ മനസ്സിലായോ? അപ്രതീക്ഷിതമായിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു സംഭവം കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു മെഷർ ആരുടെ കയ്യിലും ഉണ്ടാകത്തില്ല, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരുമല്ലോ. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ, അവരുടെ സേവിങ്സ് എടുത്ത് ഉപയോഗിക്കേണ്ടി വരും, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് ഉപയോഗിക്കേണ്ടി വരും, അവരുടെ അസറ്റ്സ് വിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. കാരണം കയ്യിൽ അത്രത്തോളം ഒരു പൈസ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 62% ആയിരുന്നു. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഹെൽത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചിലവാക്കുന്നത് 39.4 ആയിട്ട് കുറയ്ക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാ? ജനങ്ങൾ മെച്ചപ്പെട്ട ഇൻഷുറൻസ് അതുപോലുള്ള മാർഗങ്ങളിലൂടെ പോകുന്നു. പറഞ്ഞ മനസ്സിലായല്ലോ? അപ്പോൾ ജനങ്ങൾ ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോൾ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കി ആശുപത്രി ചിലവുകൾ മീറ്റ് ചെയ്യുന്നു. അതാണ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. എന്നാൽ ഇവിടെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറയില്ലേ? അങ്ങനെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞു എന്നാണ് ഈ സർവേ പറയുന്നത്. അവിടെ നോക്കി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് അല്ലേ? ആയുഷ്മാൻ ഭാരത് സ്കീം ഉണ്ടല്ലേ? അതായത്
ഹെൽത്ത് സർവീസ്, ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആയുഷ്മാൻ ഭാരത് സ്കീമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നു. മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് PM ജൻ ആരോഗ്യ യോജന. ഒബാമ കെയർ ഒക്കെ മറികടന്നിട്ടാണ് ഒരിടയ്ക്ക് ഇത് പ്രഖ്യാപിക്കുന്ന സമയത്ത് PM ജൻ 2018 പ്രഖ്യാപിക്കുമ്പോൾ PM ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയായിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫാമിലിക്ക് ഒരു വർഷം 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയൊക്കെ വന്നതിന് ശേഷം ഒരുപാട് കുടുംബങ്ങൾക്ക്, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാർക്കോ ഇതിൻ്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് അല്ലേ. ഒരു കുടുംബത്തിന് ഒരു വർഷം 5 ലക്ഷം രൂപ, അതായത് നമ്മുടെ റിയൽ ലൈഫിൽ ഈ ഒരു സാധനത്തിൻ്റെ ഗുണം ലഭിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പദ്ധതി ഒരുപാട് ആൾക്കാരുടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ഹെൽത്ത് എക്സ്പെൻഡിച്ചർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ആക്കുന്നതിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. അതായത് അവരുടെ പോക്കറ്റിൽ നിന്ന്, അവരുടെ കയ്യിൽ നിന്ന് ചിലവാക്കുന്ന പൈസ വലിയ രീതിയിൽ ആരോഗ്യ മേഖലയിൽ കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹാസ് പ്ലേഡ് എ ഡിസൈസീവ് റോൾ ഇൻ ദ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ദ എക്സ്പെൻഡിച്ചർ വിത്ത് ഓവർ 1.25 lakh crore ഇൻ സേവിങ്സ് ബീങ് റെക്കോർഡഡ്. പറഞ്ഞ മനസ്സിലായില്ല. അപ്പോൾ അത്രത്തോളം ജനങ്ങൾ കൂടുതൽ സേവ് ചെയ്യാൻ തുടങ്ങി. ജനങ്ങളുടെ കയ്യിൽ ആരോഗ്യത്തിന് വേണ്ടി ചിലവാക്കുന്ന പൈസ കുറയുമ്പോൾ ജനങ്ങൾ കൂടുതൽ സേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ അകത്ത് ഈ PM ജൻ ആരോഗ്യ യോജനയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന പോലെ സർജറി, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി ആൻഡ് ടേർഷറി കെയറിന് വേണ്ടിയാണ് ഈ പൈസ കൂടുതലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പറഞ്ഞ് മനസ്സിലായോ? ഈ ഒരു പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ ഭാഗമായിട്ട് സെക്കൻഡറി ആൻഡ് ടേർഷറി കെയർ, അതിനകത്ത് സർജറി, അതുപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഈ പൈസ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിടെ നോക്കിയേ, ഹെൽത്ത് പോളിസിയുടെ കീ പില്ലേഴ്സ് ആയിട്ട് പറയുന്നത് ഒന്ന് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ആണ്. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്, അതായത് ആരോഗ്യ മേഖലയിൽ ഹെൽത്ത് പോളിസി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ കീ പില്ലേഴ്സ്, അതിന് നമ്മൾ ഊന്നൽ കൊടുക്കുന്ന പ്രധാനപ്പെട്ട പില്ലേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ ആണ്. മുൻകൂട്ടി നമ്മൾ കണ്ടുപിടിക്കുക, മുൻകൂട്ടി അസുഖങ്ങൾ വരാതെ തടയുക. വേരിയസ് ഇനിഷ്യേറ്റീവ്സ് അണ്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അകത്താണ് ഈ പറയുന്ന പോലെ ഇമ്മ്യൂണൈസേഷൻ തുടങ്ങി വാക്സിനേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നത്. ഇനി ഏർലി ഡിറ്റൻഷൻ ഓഫ് ഈ പറയുന്ന പോലെ ഏർലിയർ ഡിറ്റൻഷൻസ് എന്താണ്, എയിൽമെൻറ്റ്സ്. ഉദാഹരണം പറഞ്ഞാൽ നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ഓഫ് കൺട്രോൾ ഓഫ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പടരാത്ത അസുഖങ്ങൾ. ഇപ്പോൾ അതിനകത്ത് ക്യാൻസർ, അതിനകത്ത് പിന്നെ അതുപോലെ തന്നെ ക്രോണിക് പൾമിനറി ഡിസീസുകൾ, ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നേരത്തെ ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സകൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഫ്രീ ആൻഡ് ലോ കോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മെഡിസിൻസ്. നമുക്കറിയാം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കുറഞ്ഞ ചെലവിൽ മരുന്നുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാർക്ക് ജൻ ഔഷധി കേന്ദ്രാസ്, ജൻ ഔഷധി സ്റ്റോറുകളുടെ ഗുണം ലഭ്യമായിട്ടുണ്ട്. വളരെ എന്ത് ചെയ്തിട്ടുണ്ട്, മരുന്നുകളുടെ വില കുറച്ച് ജൻ ഔഷധി സ്റ്റോറുകളിലൂടെ നമുക്ക് ലഭ്യമാണ്. ഉയർന്ന വിലയുള്ള മരുന്നുകളും വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ടുകൾ ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ, സ്റ്റോറുകളിലൂടെ നമുക്ക് ലഭ്യമാണ്. PM ജൻ ആരോഗ്യ യോജന വഴിയും ഇത്തരത്തിൽ സൗജന്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. ദെൻ അടുത്ത് എന്താ പറയുന്നത്, അവൈലബിലിറ്റി ഓഫ് എന്താണ് റൂറൽ ഏരിയാസ്, സബ് സെൻറ്റേഴ്സ്, പ്രൈമറി സെൻറ്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് തുടങ്ങിയവയെല്ലാം തന്നെ ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. ദെൻ എക്സ്പാൻഷൻ ഓഫ് ടെക്നോളജി ഇൻ ഹെൽത്ത് ആരോഗ്യ മേഖലയിൽ ടെക്നോളജി എക്സ്പാൻഡ് ചെയ്യുന്നു. കൂടുതൽ സാങ്കേതിക വിദ്യകൾ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഗവൺമെൻറ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് AB ഡിജിറ്റൽ മിഷൻ. അതായത് എന്താണ് ഈ പറയുന്ന AB ഡിജിറ്റൽ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആയുഷ്മാൻ ഭാരതിൻ്റെ ഡിജിറ്റൽ മിഷൻ പദ്ധതിയാണ്. ദെൻ UWIN പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇമ്മ്യൂണൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പോർട്ടലാണ്. അടുത്ത് ഇ-സഞ്ജീവനി, അതുപോലെ ഒരു ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ-സഞ്ജീവനി. ഇത്തരത്തിലെല്ലാം തന്നെ പുതിയതായിട്ട് സാങ്കേതിക വിദ്യ, ടെക്നോളജി മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. ഓരോന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇനിഷ്യേറ്റീവുകളുടെ കുറച്ച് എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഈ ടെക്നോളജികളെ ആരോഗ്യ മേഖലയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് UWIN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. നമുക്കറിയാം അല്ലേ, കോവിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് വാക്സിനേഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്നതും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നതും എല്ലാം തന്നെയാണ് കോവിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ കോവിനോട് സിമിലർ ആയിട്ട് അതിൽ നിന്ന് ആ ഒരു മാതൃക സ്വീകരിച്ചിട്ടാണ് UWIN എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. അപ്പോൾ UWIN എന്ന് വെച്ചാൽ
ഡിജിറ്റൈസേഷൻ ഓഫ് വാക്സിനേഷൻ റെക്കോർഡ്സ്. അപ്പോൾ ഇലക്ട്രോണിക് രജിസ്ട്രി ഓഫ് റൂട്ടീൻ ഇമ്മ്യൂണൈസേഷൻ, വാക്സിനേഷൻസ്, ഇമ്മ്യൂണൈസേഷൻസ് അതെല്ലാം തന്നെ കൃത്യമായിട്ട് ഇലക്ട്രോണിക് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. എപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, വാക്സിൻ എടുത്തിട്ടുണ്ട്, ഒരാളുടെ ഡേറ്റ കിട്ടിയാൽ എപ്പോഴൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട്, ഇനി എപ്പോഴൊക്കെയാണ് എടുക്കാനുള്ളത്, എന്തൊക്കെ എടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ യുവിനകത്ത് നമുക്ക് കൃത്യമായിട്ടും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു ഡേറ്റ രജിസ്ട്രിയാണ് ഈ പറയുന്ന യുവിൻ എന്ന് നമുക്ക് പറയാം. ഒരു ട്രാൻസ്ഫോർമേറ്റീവ് സ്റ്റെപ്പ് ഇൻ ടു ഇന്ത്യസ് ഇമ്മ്യൂണൈസേഷൻ എഫേർട്ട്, ഡിജിറ്റൈസിങ് വാക്സിനേഷൻ റെക്കോർഡ് ഫോർ പ്രഗ്നന്റ് വിമൻ, അതുപോലെ ചിൽഡ്രൻ അപ് ടു 16 years അണ്ടർ ദ UIP. UIP എന്ന് പറഞ്ഞാൽ എന്താ, യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അമ്മമാർ, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന അമ്മമാർ എപ്പോഴൊക്കെ വാക്സിൻ എടുത്തിട്ടുണ്ട്, ഇനി എപ്പോഴെടുക്കണം, കുട്ടികൾ എപ്പോഴൊക്കെ എടുത്തിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് അല്ലാതെ ഡിജിറ്റൽ അല്ലാത്ത റെക്കോർഡാകുമ്പോൾ എപ്പോഴാണ് എടുത്തത്, ചിലപ്പോൾ അതിൽ മാർക്ക് ചെയ്യാനൊക്കെ വിട്ടുപോയിക്കണം, എത്ര എണ്ണം എടുത്തു എന്നൊക്കെയുള്ള മറന്നുപോയിക്കണം. അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനൊക്കെ ഒഴിവാക്കാൻ ഇതിന് പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു യൂസർ ഫ്രണ്ട്ലി പ്ലാറ്റ്ഫോമാണ്. എനി ടൈം എവിടെ വേണോ ആക്സസ് ചെയ്യാം, എവിടെ വേണോ വാക്സിനേഷൻ നടത്താം. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലോ രാജസ്ഥാനിലോ മഹാരാഷ്ട്രയിലോ ഉത്തർപ്രദേശിലോ എവിടെ വേണോ നിങ്ങൾക്ക് ഈ വാക്സിൻ എടുക്കാവുന്നതാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു തവണ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം സിമ്പിളാണ് യുവിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇനി ഇ സഞ്ജീവനി, നമുക്കറിയാം ഒരു നാഷണൽ ടെലിമെഡിസിൻ സർവീസാണ് ഇ സഞ്ജീവനി എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ടെലിമെഡിസിൻ ഇനിഷ്യേറ്റീവ് ആണ്. അപ്പോൾ ടെലിമെഡിസിൻ ഇനിഷ്യേറ്റീവ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓഫറിംഗ് ഓൺലൈൻ ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു ഈ സഞ്ജീവനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വേൾഡ്സ് ലാർജസ്റ്റ് ടെലിമെഡിസിൻ ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഈ പറയുന്ന പ്രൈമറി ഹെൽത്ത് കെയറിൽ, പ്രാഥമിക ആരോഗ്യ സംവിധാനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിമെഡിസിൻ സംവിധാനമാണ് ഈ സഞ്ജീവനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഞ്ജീവനിയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പല മേഖലകളിൽ, ഇപ്പോൾ ഒരു ഫീൽഡിൽ മാത്രമല്ല, ഈ സഞ്ജീവനിയിൽ ഇപ്പോൾ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ഇനിഷ്യേറ്റീവുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കിപ്പോൾ ടെലിമാനസ് എന്ന് പറയുന്ന സംവിധാനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ടെലിമാനസ് എന്ന് പറഞ്ഞാൽ ഓൺലൈനായിട്ട് മെൻ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അപ്പോൾ എന്താണ് ഈ ഒരു ഓൺലൈനായിട്ട് മെൻ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി കൊടുക്കുക, മെൻ്റൽ കെയർ ഫെസിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ടെലിമാനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം, പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിലുണ്ടല്ലോ, കോവിഡ് കഴിഞ്ഞ സിറ്റുവേഷനിൽ പലപ്പോഴും പല ആൾക്കാരും ഇത്തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട്, പക്ഷേ എന്നിരുന്നാലും ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് മെൻ്റലി ഇഷ്യൂസ് ഉണ്ട്, ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് പലരും ഇൻസ്റ്റാഗ്രാമിൽ റീലിടുകയും അല്ലെങ്കിൽ കളിയാക്കി പറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ അല്ല. യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിലൂടെ കടന്നു പോയവർക്ക് മാത്രമേ എത്രമാത്രം സീരിയസ് ആണതെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത് ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാർ, നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരള ബജറ്റിനകത്ത് ഇത്തരത്തിൽ മെൻ്റൽ ഹെൽത്ത് കെയറിന് വേണ്ടിയുള്ള ഫെസിലിറ്റീസ് കൊണ്ടുവരുന്നു. പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ള ആൾക്കാർ, കുട്ടികൾ, ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു കോവിഡ് സമയത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ ആശുപത്രിയിൽ പോകണ്ട, ടെലിമെഡിസിൻ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യൂ, അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി നമ്മൾ ഒരുക്കാം. അതിനുവേണ്ടി ബഡ്ജറ്റ് തന്നെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഇ മാനസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നത്. ആക്ച്വലി ടെലിമാനസ് ഇസ് ഇൻ്റഗ്രേറ്റഡ് വിത്ത് ഈ സഞ്ജീവനിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ടെലിമാനസ്. ഇത്തരത്തിലുള്ള പല സംവിധാനങ്ങളും ഈ ഒരു ഈ സഞ്ജീവനി വഴി ഗവൺമെൻറ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ. അപ്പോൾ ഇതും നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന ഡിജിറ്റൽ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് ecosystem support universal health coverage in the necessary backbone for the health infrastructure in our country. കൃത്യമായിട്ടും പറഞ്ഞാൽ ഒരു നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാവേ. നിങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് ആശുപത്രികളിൽ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഈ സ്റ്റേറ്റ് ഈ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടറുടെ ഫ്രണ്ടിൽ ഒരു സ്ക്രീനും വെച്ചിട്ടായിരിക്കും പുള്ളി ഇരിക്കുക. അതായത് ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടായിരിക്കും പുള്ളി ഇരിക്കുക. അതിനകത്ത് പുള്ളി എന്താണ്ടൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പുള്ളി ടൈപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോൺ നമ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ OP ടിക്കറ്റ് എടുക്കുക. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവിടെ ഒരു ഡേറ്റ, നിങ്ങൾ എന്തൊക്കെ അസുഖത്തിന് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഡെപ്പോസിറ്ററി അവിടെ ഉണ്ട്. ഓൾറെഡി നിങ്ങൾ എന്തൊക്കെ അസുഖത്തിന് വന്നിട്ടുണ്ട്, എന്തൊക്കെ മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടറിന് ലഭ്യമാണ്. അത് സ്റ്റേറ്റ് ഇ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ടാണ്, സംസ്ഥാനത്തിൻ്റെ ഇ ഹെൽത്ത് മിഷൻ്റെ ഭാഗമായിട്ട് അവരൊരു ഡിജിറ്റൽ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രോഗികളുടെ. പിന്നീട് എപ്പം നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാളാണ്, കാസർഗോഡ് പോയി ഒരു ഗവൺമെൻറ് ആശുപത്രി പോയി കഴിഞ്ഞാലും അവർക്ക് ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർക്ക് നിങ്ങളുടെ പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി, അവരുടെ ഡേറ്റ ആക്സസ് ചെയ്യാൻ പറ്റും.
കാരണം കൃത്യമായിട്ടിത് ഒരൊറ്റ ഒരു ഇലക്ട്രോണിക് ഫോമാറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡേറ്റ ഫുൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറഞ്ഞാൽ മനസ്സിലായി. അപ്പോൾ അതെന്ന് പറയുന്നത് അതുപോലത്തെ ഒരു സംവിധാനം ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ വഴി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ല. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഡിജിറ്റൽ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ബാക്ക് ബോൺ ആയി ഇത് മാറുമെന്ന് പറയുന്നുണ്ട്. അതിനടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ഹെൽത്ത് സെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കാറുണ്ട് അല്ലേ. ഒരു രാജ്യത്തിൻ്റെ ഹെൽത്ത് സെക്ടറിൻ്റെ ഗുണം മെഷർ ചെയ്യുന്നത് നമ്മൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, ലൈഫ് എക്സ്പെക്റ്റൻസി തുടങ്ങിയ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ നോക്കിയേ, IMR എന്ന് വെച്ചാൽ എന്താ? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, IMR അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഏരിയയിൽ, ഒരു പോപ്പുലേഷനിൽ 1000 ലൈവ് ബർത്ത് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് എത്ര പേര് മരണപ്പെടുന്നു പെർ 1000 ലൈവ് ബർത്ത് ആണ് നോക്കുന്നത്. പെർ 1000 ലൈവ് ബർത്ത്, അതാണ് എന്തെന്ന് പറയുന്നത് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി പരമാവധി കുറയുന്നതാണ് ആ രാജ്യത്തെ ആരോഗ്യ മേഖല പുരോഗതി കൈവരിക്കുന്നു അല്ലെങ്കിൽ രാജ്യം ഡെവലപ്മെൻറ്റിലോട്ട് പോകുന്നു എന്ന് ഉദ്ദേശിക്കുന്നു. ഇവിടെ നോക്കിയേ, 2011 മുതൽ 2020 വരെയുള്ള കണക്കെടുത്താൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഷോയിങ് എ ഡിക്ലൈനിങ് ട്രെൻഡ് അല്ലേ. 44 34 ആയി. ഇപ്പോൾ 2020 കണക്കെടുക്കുമ്പോൾ 2020 2020 കണക്കെടുക്കുമ്പോൾ 28 ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നു, ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നു, ആയുർദൈർഘ്യം, ശരാശരി ഒരാൾ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലൈഫ് എക്സ്പെക്റ്റൻസി ആൻഡ് ബർത്ത്. അത് 66 ആയിരുന്നു 2011. ഇപ്പോൾ 70 വയസ്സ്, ആവറേജ് എന്ന് പറയുന്നത് 70 വയസ്സാണ്. അപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്താൽ ഇതിൽ കൂടുതലാണ് കേട്ടോ. കേരളം ഒരു ഡെവലപ്ഡ് രാജ്യങ്ങളോളം കമ്പയർ ചെയ്യാൻ പറ്റുന്ന IMRഉം ലൈഫ് എക്സ്പെക്റ്റൻസിയൊക്കെ കേരളത്തിനുണ്ട്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ MMR എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. MMR മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ് MMR എന്ന് പറയുന്നത്. MMRൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2000 339 ആയിരുന്നു MMR. 2000 339 ആയിരുന്നു MMR. 2020 വരുമ്പോൾ 223 MMR എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും MMR വളരെ കൂടുതലാണല്ലോ. MMR എന്ന് വെച്ചാൽ എന്താ? അമ്മമാർ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ അമ്മമാർ മരണപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്. അതാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. അപ്പോൾ IMRനേക്കാളും വളരെ കൂടുതലല്ലേ MMR. പക്ഷെ പ്രത്യേകത 1 lakh ലൈവ് ബർത്തിലാണ് നോക്കുന്നത് കേട്ടോ. 1 ലക്ഷം അമ്മമാർ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ എത്ര പേര് മരണപ്പെടുന്നു എന്നുള്ളതാണ് MMR. വേണമെങ്കിൽ നമുക്ക് പ്രിലിംസിനൊരു ചോദ്യം വരാം. IMR പെർ 1000 ലൈവ് ബർത്ത് ആണെങ്കിൽ MMR പെർ 1 lakh ലൈവ് ബർത്ത് ആണ്. അപ്പം അത് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. കാരണം നമ്മൾ പലപ്പോഴും 1000 വെച്ചിട്ടാണ് പഠിക്കുകയല്ലേ IMR MMR ഒക്കെ. പക്ഷേ MMR 1 lakh, IMR 1000 ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ 1 lakh ലൈവ് ബർത്ത്, 1 ലക്ഷം അമ്മമാർ കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ 223 പേരാണ് 2020 മരണപ്പെടുന്നത്. അത് വളരെ കൂടുതലാണ്. പക്ഷെ എന്നിരുന്നാലും 2000 കമ്പയർ ചെയ്യുമ്പോൾ 2000 കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെയധികം കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ IMR MMR ലൈഫ് എക്സ്പെക്റ്റൻസിയിലെല്ലാം തന്നെ ഇന്ത്യ മെച്ചപ്പെട്ട പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ദെൻ എംപ്ലോയ്മെന്റ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യം എടുത്താൽ, തൊഴിൽ, നൈപുണ്യ വികസനം തുടങ്ങിയ കാര്യം എടുത്തു കഴിഞ്ഞാൽ 26% ഓഫ് ദ പോപ്പുലേഷൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 10 to 24 ഇയേഴ്സ്, അതായത് ഇന്ത്യയിൽ 10നും 24 വയസ്സിനും പ്രായമുള്ള 26% ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ 10നും 24 വയസ്സിനും പ്രായമുള്ള, അതായത് യങ് പോപ്പുലേഷൻ ആണ് ഇന്ത്യയിലുള്ളത് അല്ലേ. അപ്പോൾ ഒരു ഡെമോഗ്രഫിക് ഓപ്പർച്യൂണിറ്റി ഇവിടെ കാണുന്നുണ്ട്. 2030 ഇന്ത്യ US-ഉം ചൈനയ്ക്കും ശേഷം മൂന്നാമത്. ഇവിടെ കുറേ പോയിന്റുകൾ പറയുന്നുണ്ട് അല്ലേ. പരസ്പര ബന്ധമില്ലാത്ത പോയിന്റുകളാണോ ഇവിടെ പറയുന്നത്? ഇന്ത്യ 2030 US-നും ചൈനയ്ക്ക് ശേഷം 3-ാം സ്ഥാനത്ത്. എന്താ പോപ്പുലേഷൻ്റെ കാര്യത്തിലല്ല, ഗ്രോത്തിൻ്റെ കാര്യത്തിൽ, വലിയ എക്കണോമിയുടെ കാര്യത്തിൽ 3-ാം സ്ഥാനത്ത് എത്തും. അതുപോലെ 10നും 24 ഇടയിൽ പ്രായമുള്ള 26% ജനസംഖ്യ ഇന്ത്യയിലുണ്ട്. ഒരു ഡെമോഗ്രഫിക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു ടേമിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, വാട്ട് യു മീൻ ബൈ ഡെമോഗ്രഫിക് ഡിവിഡൻഡ്? ആക്ച്വലി ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് പ്രധാനമായിട്ടും 3 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണുള്ളത് അല്ലേ. ജനവിഭാഗത്തിനെ 3 ഏജ് ഗ്രൂപ്പിൽ ഡിവൈഡ് ചെയ്താൽ, ഒന്ന് 0 to 14 ഇയേഴ്സ്, അതിന് നമുക്ക് എന്തെന്ന് പറയാം, അല്ലെങ്കിൽ 0 to 15 ഇയേഴ്സ് നമുക്ക് എന്തെന്ന് പറയാം, ചൈൽഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ എന്ന് വിളിക്കാം. ഇനി 15 to 60 ഇയേഴ്സ് നമുക്ക് എന്തെന്ന് പറയാം, വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയാം. 60+ ഇയേഴ്സിന് എന്തെന്ന് പറയാം, ഓൾഡ് ഏജ് എന്ന് പറയാം അല്ലേ. 15 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ കുട്ടികളാണ്.
15നും 60 വയസ്സിനും ഇടയിൽ അല്ലെങ്കിൽ 59 വയസ്സ് വരെ വർക്കിംഗ് ഏജാണ്. 60-ന് മുകളിലെന്ന് പറയുന്നത് ഓൾഡ് ഏജ് പോപ്പുലേഷനാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ചിൽഡ്രനും ഓൾഡ് ഏജ് പോപ്പുലേഷനുമാണ് ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആശ്രയിക്കുന്നവർ അല്ലെങ്കിൽ ആശ്രയിച്ച് കഴിയുന്നവർ. ആരെ? ഈ ഒരു വർക്കിംഗ് ഏജ് ഗ്രൂപ്പിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഡിപ്പെൻഡന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കാരണം 0 to 15 ഇയേഴ്സും അതുപോലെ തന്നെ 60 ഇയേഴ്സിന് മുകളിലുള്ളവരും തന്നെ എക്കണോമിയിൽ വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ നടത്തുന്നില്ല. ആണോ? നടത്തുന്നുണ്ടോ? അവർ ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്നുണ്ടോ? പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, എക്കണോമിക് ആക്ടിവിറ്റീസിൽ അവർ പങ്കെടുക്കുന്നത് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഡിപ്പെൻഡൻ്റ് ആണ്. ഈ രണ്ടാമത് പറഞ്ഞ വർക്കിംഗ് ഏജ് ഗ്രൂപ്പിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അതേസമയം ഈ വർക്കിംഗ് ഏജ് ഗ്രൂപ്പാണ് ഒരു സമ്പദ് വ്യവസ്ഥേനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. വർക്കിംഗ് ഏജ് ഗ്രൂപ്പാണ് സമ്പദ് വ്യവസ്ഥേനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ വർക്കിംഗ് ഏജ് ഗ്രൂപ്പുകളുടെ എണ്ണം, വർക്കിംഗ് ഏജ് ഗ്രൂപ്പിൻ്റെ എണ്ണമാണ് മെജോറിറ്റി എന്ന് പറയുന്നത്. മെജോറിറ്റി വർക്കിംഗ് ഏജ് ഗ്രൂപ്പാണ്. ഇനിയിപ്പോൾ ഈ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് പിന്നീട് ഓൾഡ് ഏജ് ഗ്രൂപ്പായി മാറിയാലും 10 മുതൽ 24% വരെയുള്ള 24 വയസ്സ് വരെയുള്ളവർ 26% ഉണ്ട്. അതിൻ്റെ അർത്ഥം കുറച്ച് വർഷത്തേക്ക് ഇന്ത്യയിൽ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് മെജോറിറ്റി ആയിരിക്കും. മെജോറിറ്റി അല്ലെങ്കിൽ ഒരു മേജർ ഷെയർ ആയിരിക്കും, വലിയൊരു ഷെയർ ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ് ഏതൊരു സമ്പദ് വ്യവസ്ഥയിലാണോ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് കൂടുതൽ, ആ ഒരു എക്കണോമിയിൽ ആ ഒരു വർക്കിംഗ് ഏജ് ഗ്രൂപ്പിനെ നമുക്ക് പരമാവധി അവരുടെ പൊട്ടൻഷ്യൽ യൂസ് ചെയ്ത് രാജ്യത്ത് എക്കണോമിക് ഗ്രോത്ത് കൈവരിക്കാൻ പറ്റിയാൽ അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുക? ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ എന്താ? എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ഏജ് ഗ്രൂപ്പ് ഫോർ ദി എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ എക്കണോമിക് ബെനിഫിറ്റ് ഓഫ് ദ കൺട്രി. അങ്ങനെയാണ് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിൽ മെജോറിറ്റി വർക്കിംഗ് ഏജ് ഗ്രൂപ്പാണ്, അതായത് 15-നും 60-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അവരെ നമുക്ക് പരമാവധി എക്കണോമിക് ആക്ടിവിറ്റീസിന് അവരെ യൂസ് ചെയ്യുക. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. എല്ലാവർക്കും തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, എല്ലാവരും പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് രാജ്യത്തിൻ്റെ ഗ്രോത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് പറയാൻ പറ്റും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ നിലവിൽ ഇന്ത്യക്ക് അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്താൽ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യ is poised to be the third largest economy by 2030. USA-യും ചൈനയും കഴിഞ്ഞാൽ ഇന്ത്യ 3-ാം സ്ഥാനത്ത് 2030 വരുമെന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ്റും IMF എല്ലാം തന്നെ പറയുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റേജിലോട്ട് പോകുമ്പോൾ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് അച്ചീവ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം വേഗത്തിലുള്ള ഒരു വളർച്ച കൈവരിച്ചാൽ മാത്രമേ ഈ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഫുൾ എംപ്ലോയ്മെൻറ്റ് അച്ചീവ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതൊന്ന് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മീഡിയൻ ഏജ് ഗ്രൂപ്പിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവിടെ നോക്കിയാൽ ചൈനയുടെ ഏജ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? ചൈനാസ് പോപ്പുലേഷൻ ഈസ് ഏജിങ്. പെർസെൻറ്റേജ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചൈനാസ് പോപ്പുലേഷൻ ഈസ് ഏജിങ്. അതുകൊണ്ട് തന്നെ അത് അവിടുത്തെ പ്രൊഡക്റ്റീവായിട്ടുള്ള മേഖലകളെ, പ്രത്യേകിച്ച് വ്യവസായം, അതുപോലെ തന്നെ ഈ പറയുന്ന വർക്കിംഗ് ഏജ് ഗ്രൂപ്പിൻ്റെ ഇടപെടൽ ആവശ്യമായിട്ടുള്ള മേഖലകളെ അത് എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ? ഇത് ഇന്ത്യയിലോട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ചൈനയെ ഒരു നെഗറ്റീവായിട്ട് ബാധിച്ചാൽ, കാരണം ചൈനയിൽ ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ അവിടെ നടക്കേണ്ട മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇന്ത്യയിലോട്ട് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ വെറുതെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാം പ്രതീക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനനുസരിച്ച് ഇവിടുത്തെ പോപ്പുലേഷൻ റെഡിയായിരിക്കണം അല്ലേ? പോപ്പുലേഷന് കൃത്യമായിട്ട് ആരോഗ്യം വേണം, പോപ്പുലേഷന് വിദ്യാഭ്യാസം വേണം, പോപ്പുലേഷന് സ്കില്ല് വേണം. ഇല്ലാതെ നമ്മൾ റെഡി ആയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. നമ്മളിങ്ങനെ അങ്ങ് റെഡി ആയിരുന്നാൽ മതിയോ? പറ്റത്തില്ല. അതിനനുസരിച്ച് നമ്മുടെ ഇപ്പോൾ സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സിൽ പുരോഗതി വരുത്തണം. അതിനുവേണ്ടി ഗവൺമെൻറ് കഷ്ടപ്പെടേണ്ടി വരും. ആരോഗ്യ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സ്കില്ല് കൊടുക്കുന്ന കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. മാത്രമല്ല ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, മെച്ചപ്പെട്ട ഫാക്ടറികൾ തുടങ്ങാനുള്ള സ്ഥലം, ഇൻവെസ്റ്റ്മെൻറ്റ് അന്തരീക്ഷം, ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലൈമറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഗവൺമെൻറ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനൊപ്പം സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരും. ഫിസിക്കൽ ഇൻഫ്രയ്ക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, സോഷ്യൽ ഇൻഫ്രയ്ക്കും കൂടുതൽ തുല്യ പ്രാധാന്യം കൊടുക്കണം. കാരണം ഒരു ഫാക്ടറി തുടങ്ങുന്നതിനോളം തന്നെ പ്രാധാന്യമാണ്
ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ കിട്ടുക എന്നുള്ളത്. ഒരു റോഡ് നിർമ്മിക്കുന്നതിനോളം തന്നെ പ്രാധാന്യമാണ് എന്താണ് ഈ പറയുന്ന ആരോഗ്യമുള്ള മനുഷ്യരെ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ പോട്ടെ, അതിനൊപ്പം തന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും നമുക്ക് മുന്നോട്ട് വരണം എന്നുള്ള കാര്യം കൃത്യമായിട്ടും എക്കണോമിക് സർവേ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഗവൺമെൻറ് ഹാസ് ഇംപ്ലിമെൻറ്റഡ് മെഷേഴ്സ് ടു ബൂസ്റ്റ് എംപ്ലോയ്മെൻറ്റ്, തൊഴിലവസരങ്ങൾ വളർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് മെഷേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോസ്റ്റർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, പ്രൊമോട്ട് വർക്കർ വെൽഫെയർ, തൊഴിലാളികളുടെ ക്ഷേമം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം തൊഴിലവസരങ്ങൾ. നമുക്കറിയാം സെൽഫ് എംപ്ലോയ്മെൻറ്റും വേജ് എംപ്ലോയ്മെൻറ്റും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, വേജ് എംപ്ലോയ്മെൻറ്റ്. വേജ് എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരാളുടെ കീഴിൽ കൂലിക്ക് ജോലി ചെയ്യുക, മാസ വരുമാനത്തിനോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പോലെ ആഴ്ച വരുമാനത്തിനോ ദിവസ വരുമാനത്തിനോ ഒരാളുടെ കീഴിൽ കൂലിക്ക് ജോലി ചെയ്യുന്നതിനാണ് വേജ് എംപ്ലോയ്മെൻറ്റ്. സെൽഫ് എംപ്ലോയ്മെൻറ്റ് വെച്ചാൽ സ്വയം തൊഴിൽ, സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നതൊക്കെ സ്വയം തൊഴിലാണ്. ഇനി അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷനിൽ റീസെൻ്റ് ആയിട്ട് കൊണ്ടുവന്ന PM ഇൻറ്റേൺഷിപ്പ് സ്കീം ഒരു പ്രേരക ശക്തിയായിട്ട് മാറിയിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് PM ഇൻറ്റേൺഷിപ്പ് സ്കീം വലിയൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, EPF നമുക്കറിയാം, എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് അല്ലേ. അതിൽ മുന്നത്തെ ഒരു പാസ്റ്റ് 6 ഇയേഴ്സിൽ അവസാനത്തെ 6 വർഷം ഈ പറയുന്ന പോലെ കൂടുതൽ ആൾക്കാർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് രാജ്യത്ത് ഫോർമൽ എംപ്ലോയ്മെൻറ്റ് കൂടുന്നതിനൊരു സൂചകമാണ്. നമുക്കറിയാം ഒരാൾ ഒരു സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് EPF ഒക്കെ കിട്ടുന്നത് അല്ലേ, എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട്. പ്രോവിഡൻറ്റ് ഫണ്ടിലൊക്കെ അംഗമാകാൻ പറ്റുക നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ, ഒരു ബിസിനസ്സിൽ, ഒരു ഫോർമൽ സെറ്റപ്പിൽ, ഒരു ഓഫീസ് സെറ്റപ്പിൽ ജോലി ചെയ്യുന്ന സമയം. ഓഫീസ് സെറ്റപ്പ് ഇൻ ദ സെൻസ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം, അതിന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, അത് EPFൽ രജിസ്റ്റർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, EPFൽ അംഗമാകാം. നമ്മുടെ സാലറിയിൽ നിന്ന് മന്ത്ലി ഇത്ര രൂപ എന്ത് ചെയ്യും, EPFൽ കളക്ട് ചെയ്യും, എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ടിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് പോകും. അങ്ങനെ അംഗമാകണമെങ്കിൽ നമ്മളൊരു ഫോർമൽ വർക്ക് ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കണം. ഇവിടെ പറയുന്നത് പാസ്റ്റ് 6 ഇയേഴ്സിൽ അവസാന 6 വർഷത്തിൽ ഇരട്ടിയായി ഇതിലുള്ള എൻറോൾമെൻറ്റ്. പറഞ്ഞ മനസ്സിലായി, ഇതിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഇരട്ടിയായി. അതിൻ്റെ അർത്ഥം എന്താണ്, ഫോർമൽ എംപ്ലോയ്മെൻറ്റ് ഇന്ത്യയിൽ ഈ ഒരു ഫോർമൽ എംപ്ലോയ്മെൻറ്റ്, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. സ്റ്റേറ്റ് ഓഫ് എംപ്ലോയ്മെൻറ്റ് നോക്കിയാൽ ഇത് നമ്മൾ കൃത്യമായിട്ടും എക്കണോമിക് സർവേയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, റെപ്പറ്റീഷൻ വരും. എന്നിരുന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു റിവിഷൻ പോലെ ഇരിക്കട്ടെ. അൺഎംപ്ലോയ്മെൻറ്റ് 2017-18 6% 2023-24 3.2 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇസ് ഷോയിങ് എ ഡിക്ലൈനിങ് ട്രെൻഡ്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്താണെന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്, അതായത് വർക്കിംഗ് ഓർ വില്ലിംഗ് ടു വർക്ക്. ഈ ഒരു വർക്കിംഗ് ഏജ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്. 49 നിന്ന് 50 ആയിട്ട് കൂടിയിട്ടുണ്ട്. വർക്കർ ടു പോപ്പുലേഷൻ റേഷ്യോ എന്ന് വെച്ചാൽ ടോട്ടൽ പോപ്പുലേഷനിൽ എത്ര ശതമാനം ആൾക്കാർ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നവരുടെ ആൾക്കാരുടെ എണ്ണം 46 നിന്ന് 47.2 ആയിട്ട് കൂടിയിട്ടുണ്ട്. സെൽഫ് എംപ്ലോയിഡ് 2017-18 2023 വന്നപ്പോൾ 52% നിന്ന് 58. അപ്പോൾ ഈ പറയുന്ന എംപ്ലോയ്മെൻറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ ഒരു ഇൻക്രീസിങ് ട്രെൻഡ്, ഒരു അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഒരു പോസിറ്റീവ് സൈനാണ് എംപ്ലോയ്മെൻറ്റ് മേഖലയിൽ നമുക്ക് കാണിക്കുന്നത്. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയുന്നു അല്ലേ, കണ്ടല്ലോ. ഈ പറയുന്ന പോലെ 6 നിന്ന് 3.2 ആയിട്ട് കുറഞ്ഞു തൊഴിലില്ലായ്മ നിരക്ക്. അതുപോലെ തന്നെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടി, വർക്കർ ടു പോപ്പുലേഷൻ റേഷ്യോ കൂടി. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡാണ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ലേബർ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ലേബർ മാർക്കറ്റിൽ നിന്ന്. ഇനി ഫീമെയിൽ ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെ സ്കീമുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരത്തിൽ ഫീമെയിൽ ഓൺടർപ്രണർഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യം നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഫോർമലൈസേഷൻ ഓഫ് എൻ്റർപ്രൈസസ്. ഈ പറയുന്ന സ്ത്രീകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്ന സ്ഥാപനങ്ങൾ ഫോർമലൈസ് ചെയ്യുന്നു, കൃത്യമായിട്ട് ഗവൺമെൻറ്റിന് കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ദെൻ മാർക്കറ്റിംഗ് സപ്പോർട്ട്, അതായത് സ്ത്രീകൾ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ കൂടുതലായിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ട്രേഡ് ഫെയറുകൾ, നമുക്കറിയാം വിപണന മേളകളൊക്കെ, നമുക്ക് കുടുംബശ്രീ മേളകളൊക്കെ കാണാറില്ല, അത്തരത്തിലുള്ള മേളകൾ, അത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. PMEGP പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം പ്രകാരം
41% ഓഫ് ദ ലോൺ ആണ് കഴിഞ്ഞ വർഷം സ്ത്രീകൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ഉയർന്ന സബ്സിഡിയിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ കൊടുക്കുന്ന ലോണുകളെക്കാളും 25-35% സബ്സിഡിയിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊക്യൂർമെന്റ് അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വ്യവസായങ്ങളിൽ നിന്ന് ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊക്യൂർമെന്റ് നടത്തുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് പ്രൊക്യൂർമെന്റ് നടത്തുമ്പോൾ അപ്പോൾ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ റോ മെറ്റീരിയൽസും അതുപോലത്തെ സാധനങ്ങളൊക്കെ പ്രൊക്യൂർ ചെയ്യുമല്ലോ, വാങ്ങുമല്ലോ. അപ്പോൾ വാങ്ങുമ്പോൾ 3% സാധനങ്ങളെങ്കിലും മിനിമം ഇത്തരത്തിൽ വിമൺ ഓൺഡ് എന്റർപ്രൈസ് എന്നായിരിക്കണം. ഇപ്പോൾ ഗവൺമെന്റിന്റെ ഏതെങ്കിലും മന്ത്രാലയങ്ങളോ ഡിപ്പാർട്ട്മെന്റുകളോ അവർക്ക് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ പ്രൊക്യൂർ ചെയ്യുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ സമ്പന്ത് പോർട്ടൽ ഉണ്ട്, MSME സമ്പന്ത് പോർട്ടലൊക്കെ വഴി ഇപ്പോൾ MSME ചെറുകിട സ്ഥാപനങ്ങളാണെങ്കിൽ ഗവൺമെന്റിന് ആ ഒരു പോർട്ടലിലൂടെ MSMEയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം. അപ്പോൾ അവിടെ പറയുന്നത് 3% ഗവൺമെന്റ് സാധനങ്ങൾ മേടിക്കുമ്പോൾ 3% വിമൺ ഓൺഡ് എന്റർപ്രൈസ് എന്നായിരിക്കണം മേടിക്കാനുള്ളത്. അതുപോലെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി 5 വർഷം ഫ്രീ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് 21,000-ഓളം സ്ത്രീകൾക്ക്. Z സർട്ടിഫിക്കേഷൻ, അതായത് സീറോ ഡിഫക്റ്റ് സീറോ എഫക്റ്റ്, അതായത് ഈ പറയുന്ന പോലെ സ്ഥാപനങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക, ക്വാളിറ്റി കൂട്ടുക, പൊല്യൂഷൻ കുറയ്ക്കുക, പൊല്യൂഷൻ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ MSME സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് Z സർട്ടിഫിക്കേഷൻ, സീറോ ഡിഫക്റ്റ് സീറോ എഫക്റ്റ്. അതായത് ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി മെച്ചപ്പെടുത്തുക, ഉൽപ്പന്നങ്ങൾ ആ ഒരു മേഖലയുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തുക, പരമാവധി എന്താണ് ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ പൊല്യൂഷൻ കുറച്ചിട്ടുള്ള രീതിയിലുള്ള ഉൽപ്പാദനം നടത്തുക. അങ്ങനെയൊക്കെ ഉൽപ്പാദനം നടത്തിക്കഴിഞ്ഞാൽ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റാണ് Z സർട്ടിഫിക്കേഷൻ. അപ്പോൾ 100% സബ്സിഡി, ഈ പറയുന്ന Z സർട്ടിഫിക്കേഷൻ കിട്ടിയ സ്ഥാപനങ്ങൾക്ക് 100% സബ്സിഡി കൊടുക്കുന്നുണ്ട് സർട്ടിഫിക്കേഷനിൽ. ഇനി അടുത്ത് ആക്സസ് ടു ക്രെഡിറ്റ്, 90% ഗ്യാരണ്ടി കിട്ടി. ഇപ്പോൾ വിമൻ ഓൺടർപ്രണേഴ്സ് റിസീവ് 90% ഗ്യാരണ്ടി ആൻഡ് റെഡ്യൂസ് ഫീ. അതായത് മുന്നേ സാധാരണ ആൾക്കാർക്ക് 75% ക്രെഡിറ്റ് ഗ്യാരണ്ടിയാണ് കിട്ടുന്നതെങ്കിൽ MSME, ഇത് MSMEയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന MSMEകൾ, സാധാരണ MSMEകൾക്ക് 75% ആണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കിട്ടുന്നതെങ്കിൽ സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന MSMEകൾക്ക് 90% ക്രെഡിറ്റ് ഗ്യാരണ്ടി കിട്ടുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത കാര്യം നോക്കിക്കഴിഞ്ഞാൽ ലേബർ ഇൻ AI era. Artificial intelligence will disrupt labor market because of the development in our field over last 4 years. ഇത് ഒരു തർക്ക വിഷയമാണ് കേട്ടോ. അതായത് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് AI വരുന്നതോടുകൂടി പല ആൾക്കാരുടെയും തൊഴിൽ നഷ്ടപ്പെടുന്നു. ഇതൊരു ഇപ്പോഴൊരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. കൂടുതൽ ആൾക്കാരും പറയുന്നുണ്ട് ഒരു അൺഎംപ്ലോയ്മെന്റ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ സാഹചര്യം AI വരുന്നതോടുകൂടി ഉണ്ടെന്ന്. നമുക്കറിയാം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റും ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്ന 2 കോൺസെപ്റ്റ് ഉണ്ടല്ലേ. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു സ്കില്ല് ആവശ്യമുണ്ട്, ആ സ്കില്ല് എനിക്കില്ലാത്തത് കൊണ്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഇപ്പോൾ പ്രോഗ്രാമിംഗ് അറിയുന്ന ആൾക്കാരെ മാർക്കറ്റിൽ ആവശ്യം, അല്ലെങ്കിൽ അത്രയും വേണ്ട, കമ്പ്യൂട്ടർ നോളജ് അറിയുന്ന ആൾക്കാരെ ആണ് ജോലി കിട്ടുക. കമ്പ്യൂട്ടർ നോളജ് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ നോളജ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെടുന്നു. അതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. മാർക്കറ്റിൽ ആവശ്യപ്പെടുന്ന ഡിമാൻഡ്, ജോലിയുടെ ഡിമാൻഡ് ഇന്ന ക്വാളിഫിക്കേഷൻ, റിക്വയർമെൻ്റ് എന്ന് പറയുന്ന ഇന്ന ക്വാളിഫിക്കേഷൻസ് ആണ്, പക്ഷേ എനിക്ക് ആ ക്വാളിഫിക്കേഷൻസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ജോലി നഷ്ടപ്പെടുന്നു. അതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ്. അതേസമയം സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു നോളജുള്ള, വേറൊരു സ്കില്ലുള്ള ഒരാളെ വെച്ചിട്ട് എന്നെ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. അതേസമയം ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ റീപ്ലേസ്ഡ് ബൈ അനദർ ടെക്നോളജി, എന്നെ വേറൊരു ടെക്നോളജിയാൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നു. അല്ലാതെ ഞാൻ ഇസ് നോട്ട് റീപ്ലേസിങ് വിത്ത് വേറൊരു പേഴ്സൺ. പക്ഷെ എന്താ, ഞാൻ അവിടെ റീപ്ലേസ് ചെയ്യുന്നത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഉദാഹരണം, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്നെ മാറ്റി ഒരു മെഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ AI വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, പല ആൾക്കാരും പറയുന്നത്, ഇവിടെ ഒരു കൺസേൺ ആയിട്ട് പറയുന്നത് AI വിൽ ഡിസ്റപ്റ്റ് ലേബർ മാർക്കറ്റ് ബിക്കോസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഇൻ ദ ഫീൽഡ് ഓവർ ദ ലാസ്റ്റ് 4 years. നമുക്കറിയാം അല്ലേ, AIയുടെ കാര്യം ജസ്റ്റ് നമ്മൾ കാണുന്നത് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെയാണ് AIയുടെ ഡെവലപ്മെന്റ് നമ്മൾ കാണുന്നത്. പക്ഷെ അതിനും അപ്പുറം AI ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വലിയ രീതിയിലുള്ള പങ്കുകൾ വഹിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ എക്സ്പ്ലോറേഷൻ്റെ ഫീൽഡിലാണെങ്കിലും, അതിപ്പം അണ്ടർ വാട്ടർ എക്സ്പ്ലോറേഷൻ ആണെങ്കിലും, സ്പേസ് എക്സ്പ്ലോറേഷൻ ആണെങ്കിലും, അതിൻ്റെ കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടറിലാണെങ്കിലും, ഇപ്പോൾ ഹെൽത്ത് ഫീൽഡ്, മെഡിക്കൽ ഫീൽഡിലാണെങ്കിൽ സർജറി ചെയ്യുന്ന കാര്യത്തിൽ, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ AI ഇപ്പോൾ മനുഷ്യൻ റീപ്ലേസ് ചെയ്യുന്നില്ല, മനുഷ്യരൊപ്പം ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ അവർ
മനുഷ്യരെ റീപ്ലേസ് ചെയ്ത് വിത്തൗട്ട് എന്താ ഒരു ഹ്യൂമൻ അസിസ്റ്റൻസ് ഇല്ലാതെ AI പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ അത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നോക്കിയേ, എക്കണോമിക് ഡിസ്പ്ലേസ്മെന്റ് ആഡ് ടു ഫിയർ അബൌട്ട് AI എന്ത് ചെയ്യുന്നുണ്ട്, നിലവിലുള്ള സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡിവൈഡ്സ് കൂട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബിറ്റ്വീൻ 2021 ആൻഡ് 2023 2021 2023 ഇടയിൽ ഗ്ലോബൽ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൾ ടൈപ്സ് ഓഫ് AI ടോട്ടൽ $761 ബില്യൺ 761 ബില്യൺ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത് 2020, അതായത് 2021 2023 ഇടയിൽ AI വഴിയുള്ള ഇൻവെസ്റ്റ്മെന്റ് 761 ബില്യൺ ആണ് മൊത്തം ടോട്ടൽ $761 ബില്യൺ ഈ ഒരു മേഖലയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എസ്റ്റിമേറ്റ് ദാറ്റ് നിയർലി 75 മില്യൺ ജോബ്സ് ഗ്ലോബലി ആർ ടു ബി കംപ്ലീറ്റ് റിസ്ക് ഓഫ് ഓട്ടോമേഷൻ ഡ്യൂ ടു AI. ഇപ്പം പറയുന്ന 75 മില്യൺ ജോബ്സ് ആണ് ഈ പറയുന്ന ഓട്ടോമേഷൻ വഴി ഒരു റിസ്കിലുള്ളതെന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി അടുത്ത ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റ് കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യസ് പെർ ക്യാപിറ്റ എമിഷൻ 1/3 ഓഫ് ഗ്ലോബൽ ആവറേജേ ഉള്ളൂ. ഇന്ത്യ ഒരു ഗ്രോയിങ് എക്കണോമി ആയിട്ട് പോലും ഗ്ലോബൽ ആവറേജ് 1/3 മാത്രമേ ഈ പറയുന്ന എന്തുള്ളൂ പെർ ക്യാപിറ്റ എമിഷൻ ഉള്ളൂ. അതുപോലെ തന്നെ ഫോറസ്റ്റ് സർവേ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർബൺ സിങ്ക് 2.2 ബില്യൺ 2005 2021 ഇടയിൽ കാർബൺ സിങ്ക്, അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, ഈ പറയുന്ന പോലെ ഫോറസ്റ്റ് കവർ കൂടിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. മനസ്സിലായല്ലോ, ഫോറസ്റ്റ് കവർ കൂടിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇന്ത്യസ് അംബിഷൻ ടു അച്ചീവ് ഡെവലപ്ഡ് നേഷൻ സ്റ്റേറ്റസ് ബൈ 2047 ഈസ് ഫണ്ടമെന്റലി ആങ്കേർഡ് ഇൻ ദ വിഷൻ ഓഫ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പോൾ ഇന്ത്യസ് അംബിഷൻ ടു അച്ചീവ് ഡെവലപ്ഡ് നേഷൻ സ്റ്റേറ്റസ് 2047 ഈസ് ഫണ്ടമെന്റലി ആങ്കേർഡ് ഇൻ ദ വിഷൻ ഓഫ് ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത് ഇന്ത്യ ലെഡ് ഗ്ലോബൽ മൂവ്മെന്റ് ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ്. നമുക്കറിയാം ലൈഫ് എന്ന് പറയുന്ന ഒരു മിഷൻ അല്ലേ, അതായത് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡിവിജ്വൽ ആൻഡ് കമ്മ്യൂണിറ്റി ആക്ഷൻ ടു പ്രൊട്ടക്ട് എൻവയോൺമെന്റ്. അതിന് വേണ്ടി ഒരു മിഷനാണ് ലൈഫ് എന്ന് പറയുന്നത്. ബൈ 2030 it is estimated that ലൈഫ് മെഷേഴ്സ് കുഡ് സേവ് കൺസ്യൂമർ അറൌണ്ട് $440 ബില്യൺ. അതായത് ഈ ലൈഫ് മെത്തേഡിലൂടെയുള്ള ഒരു നമ്മുടെ ജീവിത രീതി $440 ബില്യൺ ഡോളർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ദെൻ ഇവിടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റലേഷൻ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഓരോ സെക്ടർ വൈസ് ഏത് ഈ പറയുന്ന പോലെ എന്താ ഫ്യുവൽ എന്താ നമ്മുടെ ഇന്ത്യയുടെ എനർജി ജനറേഷൻ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് കോൾ ഉപയോഗിച്ച്, കണ്ടല്ലോ, കൽക്കരി ഉപയോഗിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് 5.4. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മെജോറിറ്റിയും ഇപ്പോഴും എന്ത് തന്നെയാണ്, നോൺ റിന്യൂവബിൾ സോഴ്സ് എനർജി ഉപയോഗിച്ച് തന്നെയാണ് മെജോറിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെജോറിറ്റി എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോൺ റിന്യൂവബിൾ സോഴ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ്. പിന്നീട് വരുന്നത് സോളാർ, വിൻഡ്, ഹൈഡ്രോ, ന്യൂക്ലിയർ, അതർ റിന്യൂവബിൾ എനർജി സോഴ്സ്, അങ്ങനെ മറ്റ് റിന്യൂവബിൾ എനർജി സോഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മെജോറിറ്റി നമ്മൾ തെർമൽ എനർജി തന്നെയാണ്, അതിനകത്ത് കോളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മെജോറിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് തെർമൽ എനർജി സോഴ്സ് തന്നെയാണ്, അതിൽ കോളാണ് കൂടുതൽ. രണ്ടാം സ്ഥാനത്ത് നാച്ചുറൽ ഗ്യാസ് വരുന്നുണ്ട്. ഇനി നോൺ റിന്യൂവബിൾ എനർജി സോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സോളാറാണ് അതിന് മുന്നിൽ നിൽക്കുക. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഗവൺമെൻറ് ഒരു ലക്ഷ്യമുണ്ട്, 2030 500 ഗിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂവൽ, അതായത് ഒരു ടാർഗറ്റ് ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. 2030 500 ഗിഗാവാട്ട് എന്ത് ചെയ്യുക, ഈ ഒരു നോൺ ഫോസിൽ ഫ്യൂവൽസ് വഴി എന്ത് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കുക എന്ന് ഗവൺമെൻറ് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ ഒരു എക്കണോമിക് സർവേ തേർഡ് പാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇത് ഡെവലപ്മെൻറ്റൽ പെർസ്പെക്റ്റീവാണ്, എക്കണോമിക് സർവേയുടെ ഡെവലപ്മെൻറ്റൽ പെർസ്പെക്റ്റീവാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ 5 വീഡിയോസിൽ 2 ബഡ്ജറ്റ് 3 എക്കണോമിക് സർവീസിൻ്റെ വീഡിയോസിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പരമാവധി ഈ വരാൻ പോകുന്ന പ്രിലിംസിന് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകളാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കൂടുതലായിട്ടും എന്ത് ചെയ്യുക, ഇതൊന്ന് ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഒന്ന് വായിച്ചു നോക്കുക. എക്സാമിന് മുന്നേ ഒന്ന് റിവിഷൻ പോലെ ഒന്ന് വായിച്ചു നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രിലിംസ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ പ്രിലിംസ് ക്ലിയർ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മെയിൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെയിൻസ് പെർസ്പെക്റ്റീവ് എക്കണോമിക് സർവേ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെഷൻസ്, ഈ 5 സെഷൻസും കണ്ട എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്.